ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയ ശ്രീ മുഹമ്മദ് ഷാഫി സാറാണ്. സാർ വെൽക്കം. സാർ, കഴിഞ്ഞ ഡേ ആണ് നമ്മൾ 10,000 പ്ലേസ്മെന്റ്സ് സെലിബ്രേറ്റ് ചെയ്തത്. ആ ഒരു മൊമെന്റ് സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. 2014 ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല 10,000-ഓളം ആളുകൾക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറും എന്നുള്ളത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അല്ലേ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ വെറും 1,500 സ്ക്വയർ ഫീറ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് സ്റ്റുഡൻസ് വരണം, അവരെ നന്നായിട്ട് നമുക്ക് പഠിപ്പിക്കണം, അവരെ കറക്റ്റായിട്ട് ഒരു ജോബിലേക്ക് എത്തിക്കണം. ജോബിലേക്ക് എത്തിച്ച് ആ ഒരു പബ്ലിസിറ്റി കൊണ്ട് കുറച്ച് സ്റ്റുഡൻസിനെ കൂട്ടി കൊണ്ടുവരാന്നുള്ള ഒരു പ്ലാനിലാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാർ, ആദിയുടെ ഹിസ്റ്ററിനെ പറ്റി അറിയാൻ എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. ആദി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എന്തൊരു മോട്ടീവാണ് സാറിനത് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നിയത്? ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാവരും പഠിക്കുന്ന പോലെ തന്നെ അല്ലേ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് ചേർന്നു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നമുക്ക് എവിടത്തേക്ക് പോകണം അല്ലെങ്കിൽ എവിടെ ജോലി അന്വേഷിക്കണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല. പലരും പറയും ഇന്ന സ്ഥലങ്ങളിൽ മറ്റേ IT ഇൻഫോ പാർക്കിലേക്ക് കുറേ കമ്പനികളുണ്ട്, അവിടെ പോയിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പേപ്പറിൽ കാണുന്ന കുറേ പരസ്യങ്ങളുണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെയുള്ള പല മോട്ടിവേഷൻസ് പല ആളുകൾ തരുന്നുണ്ട്. പല ഇൻ്റർവ്യൂസും ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും അറ്റൻഡ് ചെയ്ത് ഒരുപാട് എണ്ണം പറയാൻ പറ്റില്ല, ഒരുപാട് ഇൻ്റർവ്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്യും. പക്ഷെ പലതിലും നമുക്ക് സെലക്ട് ആവുന്നില്ല. സെലക്ട് ആയാൽ തന്നെ നമുക്കൊരു ഐഡിയ ഇല്ല, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊന്നൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ നമുക്കില്ല. ഒരു ജോബിൽ കയറിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ലൈഫിൽ നമ്മളൊരു 16-17 വർഷത്തോളം നമ്മൾ പഠിച്ചിട്ടും നമ്മൾ പഠിച്ചത് ഒന്നുമല്ല നമ്മൾ ജോലി ചെയ്യേണ്ടതല്ലേ. നമ്മൾ ജോലിക്ക് കയറി പിന്നെയും അവർ നമുക്ക് ട്രെയിനിങ് തരുവാണ്, നീ ഇന്ന രീതിയിലുള്ള വർക്കുകളാണ് ചെയ്യുന്നത്, ഇതാണ് നിൻ്റെ വർക്ക്, ഇന്ന രീതിയിലാണ് പ്രോഗ്രാമിംഗ് വർക്ക്. അങ്ങനെ അവർ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും 2-3 മാസം നമുക്കൊരു ട്രെയിനി ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. എന്നുവെച്ചൊരു ബെറ്റർ സാലറി നമുക്ക് ഇല്ല, നമുക്ക് അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും, നമുക്ക് അതിനുള്ള നോളജ് ഇല്ല, അവർ പറയുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള നോളജ് നമുക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും സിസ്റ്റത്തെ മാറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്നും ഇപ്പോൾ ഞാൻ പഠിച്ചത് 10-15 വർഷം മുമ്പാണെങ്കിൽ ഇന്നും സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ആ സിസ്റ്റത്തെ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 1-2 വർഷത്തോളം വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തിട്ടും നമ്മൾ പുതിയ ആളുകളെ ഹയർ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ എന്നെ പോലെ തന്നെയാണ് കമ്പനിയിലേക്ക് വരുന്നത്. നമ്മൾ കുറേ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കും, അവർ 2-3 മാസം 4 മാസം കഴിയുമ്പോൾ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കും. അവർക്കത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ട്രെയിനിങ് ഇപ്പോൾ ഈ പറയുന്ന സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ജോബിലേക്ക് എത്താൻ പറ്റും. ജോബിലേക്ക് എത്താൻ പറ്റുന്നതിലുപരി നമ്മൾ അവരെ ഒരു ജോബിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു സാധ്യതയാണ്. അതിലുപരി സ്റ്റുഡൻസിന് കുറച്ചും കൂടെ ബെനിഫിറ്റാണ് അല്ലേ. അവർക്ക് പെട്ടെന്ന് എന്നെപ്പോലെ ഇറങ്ങുന്ന ആളുകൾക്ക് ഒരു ഐഡിയ കൊടുക്കാൻ പറ്റും, നിനക്ക് ഇന്ന കമ്പനിയിലോട്ട് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും, ആ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ഇന്നതായിരിക്കും വർക്ക് വരുന്നത്, അത് നമുക്ക് മുൻകൂട്ടി അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ കമ്പനികളുടെ ഡിമാൻഡ് നമുക്ക് അറിയാൻ പറ്റും. ഒരു വിധമുള്ള ഇപ്പം നമുക്കറിയാം പല മെക്കാനിക്കലാണെങ്കിലും സിവിലാണെങ്കിലും ഈ പറഞ്ഞ IT റിലേറ്റഡ് ആണെങ്കിലും ഏതൊക്കെ കമ്പനികളിൽ പോയാൽ ജോലി കിട്ടും, അവരുടെ റിക്വയർമെൻറ്റ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി എന്നുള്ളതാണ്. മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സ്റ്റുഡൻസിനെ മോൾഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രെങ്ത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് പഠിക്കുന്ന ഒരു 60-70 സ്റ്റുഡൻസ് ആയത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ഇറങ്ങുന്ന സ്റ്റുഡൻസിന് ഒരു ഈ പറയുന്ന ജോലി ആവശ്യം, എല്ലാവർക്കും ജോലി കൊടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, ജോലി ആവശ്യമുള്ള സ്റ്റുഡൻസിലേക്ക് ജോലി കൊടുക്കാൻ നമുക്ക് പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും മൗത്ത് പബ്ലിസിറ്റി എന്നുള്ള വലിയൊരു കാര്യമാണ്. ഈ ഇറങ്ങുന്ന സ്റ്റുഡൻസ് അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഓരോ വർഷം സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രെങ്ത് കൂടി കൊണ്ടുവരുന്നു. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ, ഇതുപോലെ സക്സസ് ആവാനുള്ളൊരു മോട്ടീവ് എന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യമായിരുന്നു. ഏതൊരു സംരംഭം ആരംഭിക്കുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന കുറേ ചലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സാറിന് ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്ത ഒരു മൊമെന്റ് എന്തായിരുന്നു? തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്ട്രഗിൾ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് നമുക്ക് കിട്ടും. സ്റ്റുഡൻസ് വന്നതിന് ശേഷം അവരെ ടീച്ച് ചെയ്യാനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള, കാരണം നമുക്ക് പഠിച്ചിറങ്ങുന്ന ആളുകളെ വെച്ച് നമുക്ക് ഒരിക്കലും ഇവരെ ടീച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഫേസ് ചെയ്തത് എന്താണ്, പഠിച്ചിറങ്ങി നമ്മളൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ പ്രോപ്പറായിട്ട് ആ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു നോളജ് എനിക്കില്ലാത്തതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി
മനസ്സിലാക്കിയ ഒരു കാര്യം, ഇൻഡസ്ട്രി എന്നെ പോലെ തന്നെ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ വേണം നമ്മുടെ സ്റ്റുഡൻസിനെ ക്ലാസ് എടുക്കാനായിട്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ചെറിയൊരു സ്ഥാപനമാണ്, നമ്മൾ അഡ്വർടൈസ് ചെയ്താലും അല്ലെങ്കിൽ മറ്റുള്ള ആളുടെ അടുത്ത് പറഞ്ഞാലും അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളിൽ പോയി ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസുമായിട്ട് സംസാരിച്ച് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഇത്ര സ്റ്റുഡൻസ് ഉണ്ട്, നിങ്ങളുടെ ഫ്രീ ടൈം വെച്ചിട്ട് ഈവനിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം എപ്പോഴാണെന്ന് നോക്കി അങ്ങനെ ഒരു ടൈം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി നല്ലത്. അതിലുപരി നിങ്ങളൊരു അധ്യാപകനായി മാറും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്ര സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് കുറച്ച് ദിവസം ഒന്ന് വന്ന് നോക്കൂ, എന്നിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ അവരെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. 1-2 ആളുകളൊക്കെ ഇതുപോലെ വന്നു. അവർ കുറച്ച് ദിവസം നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അവരുടെ എക്സ്പീരിയൻസ് സ്റ്റുഡൻസിന് ഷെയർ. അപ്പോൾ സ്റ്റുഡൻസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇവർ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിച്ചതോ ഒന്നുമല്ല ഇവരെ പഠിപ്പിക്കുന്നത്. ഇവരുടെ വർക്ക് എക്സ്പീരിയൻസാണ്, ഇവരുടെ ലൈഫാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ഇവരെന്താണ് ഇവരുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പോയാൽ ഇന്നൊരു കമ്പനിയിൽ പോയപ്പോൾ ആ കമ്പനിയിൽ ഇവർക്ക് ഫസ്റ്റ് കൊടുത്ത ടാസ്ക് എന്തായിരുന്നു, എങ്ങനെയാണ് അവരുടെ ഓവർകം ചെയ്ത് പോയത് എന്നുള്ളതാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റുഡൻസിനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കാണുമ്പോൾ തീർച്ചയായിട്ടും പഠിപ്പിക്കുന്ന അധ്യാപകനെ സംബന്ധിച്ചല്ല അവർക്കും ഒരു സാറ്റിസ്ഫാക്ടറി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അവരും ആ ഒരു ഇതിലേക്ക് വന്നു. കുറച്ച് നാൾ നമ്മുടെ കൂടെ നിന്ന് പിന്നെ അവരും പല ആളുകളും ഈ പറയുന്ന ഞങ്ങൾക്ക് ഇത് പാർട്ട് ടൈം ആയിട്ട് വന്ന ആളുകൾ ഇത് ഈ പറഞ്ഞ റെഗുലർ ടൈമിലേക്ക് മാറി അവരവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ജോബ് റിസൈൻ ചെയ്തിട്ട് വന്നിട്ട് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനത്തെ ആളുകൾ ത്രൂ ആണ് നമുക്ക് ഒരു വലിയ ഇഷ്യൂസ് ഇല്ലാതെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഈവൻ ഫാക്കൽറ്റി എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. സ്റ്റുഡൻസിലേക്ക് ഒരു ടീച്ചറെ അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റിയെ നമ്മൾ അസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഫാക്കൽറ്റിക്ക് പ്രോപ്പറായിട്ടുള്ള നോളജ് ഉണ്ടോ, ഈ പറയുന്ന ഫാക്കൽറ്റി ഈ പറയുന്ന ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആണോ, അല്ലാതെ ഒരു പഠിച്ചിറങ്ങിയ ആളെ നമുക്ക് ഈ പറയുന്ന ചെറിയ പൈസ കൊടുത്താൽ കിട്ടും. ഒരിക്കലും അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഈ പറയുന്ന നോളജ് വേണം. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രയെങ്കിലും നോളജ് ഉള്ള ആളുകളെ വേണം നമുക്ക് ഈ പറയുന്ന സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി നോളജ് ഉള്ള ആളുകളെ ഹയർ ചെയ്യുക എന്നുള്ളത്. ലോകം മുഴുവൻ നിശ്ചലമായ ഒരു കാലഘട്ടമായിരുന്നു 2020 കൊറോണ ടൈം. അപ്പോൾ ആ ഒരു ടൈമിൽ ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് സർവൈവ് ചെയ്ത് പോയത്? കൊറോണയുടെ സമയത്ത് സ്ട്രഗിൾ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം 2020 ലാസ്റ്റ് 20 കൊറോണ വന്നത്. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് ആയിരുന്നു കൊറോണ ടൈമിലുള്ളത്. പല ആളുകളും നമ്മുടെ അടുത്തും ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ള പല ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കണ്ട ഒരു കാര്യം, നമുക്ക് എങ്ങനെ ഈ പറയുന്ന അല്ലെങ്കിൽ പല ഇൻഡസ്ട്രികൾ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഈവൻ ടെക്നിക്കലാണെങ്കിലും IT മേഖല, പല മേഖലകളും ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി മീൻസ് ഈ പറയുന്ന ഹോസ്പിറ്റൽസ് അല്ലെ, ഏത് സമയം 24/7 വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽസ് ആയിരുന്നു ആ സമയം. അതേപോലെ തന്നെ ലോജിസ്റ്റിക്സ്, ഈ ഒരു 2 മേഖലയിലും ഇത്ര അധികം കാൻഡിഡേറ്റ്സ് ആ സമയത്ത് ആവശ്യമുണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കോൺടാക്ട്സിലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ചോദിച്ചറിഞ്ഞ ആളുകളൊക്കെ ആ സമയത്ത് ഈവൻ ഹോസ്പിറ്റൽസിൽ നിന്ന് വരെ നമുക്ക് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റൽ റിലേറ്റഡ് എന്തെങ്കിലും കോഴ്സുകളുണ്ടോ, അല്ലെങ്കിൽ ഈ പഠിച്ചിറങ്ങുന്ന ഏതെങ്കിലും ഇപ്പോൾ എന്ത് കോഴ്സ് ആയിക്കോട്ടെ പഠിച്ചിറങ്ങിയ ആളുകളെ നമുക്ക് ഈ പറയുന്ന ഇന്ന മേഖലയിലേക്ക് തരാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ശരിക്കും നമുക്ക് മനസ്സിലായത് അന്നേരം ഇങ്ങനെ എന്തൊരു സിറ്റുവേഷൻ വന്നാലും ഈ 2 മേഖല, ഈവൻ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് മേഖല, അപ്പോൾ ആ ഒരു സാധ്യത അതിൽ നിന്ന് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കൊറോണ ടൈമിലാണ് ശരിക്കും 2020 ഈ പറയുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സും നമ്മൾ 2020-21 ആ സമയങ്ങളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്നതും ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് പോലുള്ള കോഴ്സുകൾക്കാണ്. ഒരുപാട് സ്റ്റുഡൻസ് ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ആദ്യം എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2014 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും എൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് അവരൊരു ജോബിലേക്ക് എത്തിക്കാൻ പറ്റണം. ഇന്നും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻറ്റ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും ജോബിന് വേണ്ടിയിട്ടല്ല പഠിക്കുന്നവർ, പക്ഷെ ജോബിന് വേണ്ടി മാത്രം പഠിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അവരെ പ്രോപ്പറായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്കുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള
ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയിലേക്ക് അവരെ എത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓരോ വർഷവും നമ്മൾ അതിന് മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചിറങ്ങുന്ന ഒരു മിനിമം പെർസെൻറ്റേജ് സ്റ്റുഡൻസിനെ നമ്മൾ കമ്പനിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് അത് ഭയങ്കര ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഡിഗ്രി കഴിയുന്ന സ്റ്റുഡൻസും ഇപ്പോൾ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും കോളേജ് പഠനം കഴിഞ്ഞാൽ ഇനി ആദ്യയിലേക്ക് തന്നെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വർഷവും നമുക്ക് ഈ പറയുന്ന മറ്റ് ഏതൊരു സെൻറ്ററിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറാൻ സാധിച്ചത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്ലേസ്മെൻറ്റ് തന്നെയാണ്. അതിലുപരി നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് കമ്മിറ്റ്മെൻറ്റ് പല രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ്സ് നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കാം. മീൻസ് അഡ്മിഷനെ ബേസ് ചെയ്തിട്ട് ഒരിക്കലും അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകാറില്ല എന്നുള്ളതാണ്. നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്താണോ പറയുന്നത് അത് പ്രോപ്പറായിട്ട് ഒരു കോഴ്സ് ഇപ്പോൾ ഒരു കോഴ്സിലേക്ക് ഒരാൾ വരുവാണെങ്കിൽ തന്നെ ആ കോഴ്സിലേക്ക് ആ സ്റ്റുഡൻറ്റിനെ കറക്റ്റായിട്ട് പറയുക, ഈ ഒരു കോഴ്സ് പഠിച്ച് എനിക്ക് ഇന്ന രീതിയിലുള്ള ജോബുകളൊക്കെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഇന്ന സ്ഥലം ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പല ആളുകളും അത് കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് വിചാരിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. കേരളത്തിൽ നമുക്കൊരു 100 പേര് പഠിക്കുമ്പോൾ നമുക്കൊരു 5 പേർക്കോ അല്ലെങ്കിൽ 10 പേർക്കോ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ബാക്കിയുള്ള 90% ആളുകൾ പോകുന്നതും ഔട്ട് ഓഫ് കേരളയാണ്. അത് പല ആളുകളും അവരുടെ അടുത്ത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യത്തില്ല. ഇപ്പോൾ പല ആളുകളും വന്ന് അല്ലെങ്കിൽ മോനിത് പഠിച്ചു കഴിഞ്ഞാൽ അവന് ഈ പറയുന്ന കൊച്ചിയിലോ തൃശ്ശൂരോ കാലിക്കറ്റോ എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടുമെന്ന് വിചാരിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് പേരൻസിൻ്റെ അടുത്ത് നിന്ന് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി കുറവാണ്, നിങ്ങൾ കേരളത്തിൻ്റെ പുറത്തോട്ട് ജോബിന് പോകാൻ വില്ലിങ് ആവണം, ഈവൻ ചെന്നൈ, മുംബൈ, ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളോട്ടൊക്കെ പോയി നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ ആദ്യമേ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്താണോ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുന്നത് അവന് അത് കറക്റ്റായിട്ട് അവരെ പറഞ്ഞ് ഗൈഡ് ചെയ്യുക. എന്നിട്ട് അവരെ ആപ്റ്റാണെങ്കിൽ മാത്രം, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കോഴ്സ് ചെയ്യുക. അല്ല എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ പറയുന്ന സ്റ്റുഡൻസിന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഡ്രീമിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ അന്നും പറയാറില്ല, ഇന്നും പറയാറില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ പ്ലേസ്മെന്റ്സ് ആദിയിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ല നിറയെ എൻജോയ്മെന്റ്സ് ഉണ്ടെന്ന് സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണ് ഇങ്ങനെ കുട്ടികൾ പറയാൻ കാരണം? എൻജോയ് ചെയ്യാനാണ് വരുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ട്. നമുക്കൊരിക്കലും ഒരു അക്കാഡമിക്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 100ൽ 100 മാർക്ക് വാങ്ങിക്കുന്ന ഒരാൾക്ക് ഒരു ബെറ്റർ ജോബിലേക്കോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ബിസിനസ്സുകാരനാവാനോ പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പഠനത്തിനോടൊപ്പം തന്നെ 2-3 കാര്യങ്ങളും കൂടെ സ്റ്റുഡൻസിന് വേണം. ഒന്ന് പ്രസൻറ്റേഷൻ, അല്ലേ, എവിടെ ആരുടെ മുമ്പിലും പോയി ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, അത് സ്റ്റുഡൻറ്റിന് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമുക്കിപ്പോൾ ഒരു കോളേജിൽ പഠിച്ചു അല്ലെങ്കിൽ സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരാളടുത്ത് നമുക്ക് ഈ പറഞ്ഞ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് സംസാരിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണം. അതേപോലെ തന്നെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഒരാളെ പറഞ്ഞ് നമ്മളൊരു ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഒരു വർക്ക് ചെയ്യുവാണ്, ആ വർക്ക് ഇന്നതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ളൊരു കഴിവ്. ഈ 2-3 കഴിവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. നമ്മളൊരു 17 വർഷം പഠിച്ചാലും നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഇൻ്റർവ്യൂയുടെ മുമ്പിൽ പോയി നിന്ന് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു കഴിവ്, നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് കോൺഫിഡൻ്റ് അല്ല. ആളുടെ മുമ്പിൽ പോകുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളത് ആ ഇൻ്റർവ്യൂ മനസ്സിലാക്കുവാണ്. അപ്പോൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് നമ്മൾ അതിൽ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അക്കാഡമിക് പരമായിട്ട് മാത്രമല്ല, അവന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ എത്രയോ മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ അവരെ മോൾഡ് ചെയ്യുക. നാളെ അവനൊരു കമ്പനിയിലേക്ക് പോയാലും അവന് ഈസി ആയിട്ട്, അവനൊന്നും അറിയില്ലെങ്കിൽ കൂടെ തന്നെ ഒരു കമ്പനിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് സംസാരിക്കാൻ അവന് പറ്റും എന്നുള്ളതിൽ. അക്കാഡമിക് പരമായിട്ട് അവൻ ചിലപ്പോൾ പലർക്കും പല രീതിയിലുള്ള കഴിവുണ്ട്. ചിലർക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് കുറച്ച് അതിൽ പുറകോട്ടായിരിക്കും. പക്ഷേ ഇവന് കോൺഫിഡൻ്റ് ആയിട്ട് ഒരാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ളൊരു കഴിവ്, അത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. അപ്പോൾ അതും കൂടെ നമ്മളുടെ അക്കാഡമിക്കിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അക്കാഡമിക്കിൽ നമ്മൾ എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതേ ഇമ്പോർട്ടൻസ് നമ്മൾ അതിനും കൊടുക്കുന്നുണ്ട്. പല ഓരോ കോഴ്സുകൾക്കും പല രീതിയിലുള്ള പ്രോഗ്രാംസുകൾ നമ്മൾ സെറ്റ് ചെയ്യും. ക്വിസ് പ്രോഗ്രാം ആയിക്കോട്ടെ, കോമ്പറ്റീഷൻ പ്രോഗ്രാം, പല രീതിയിലുള്ള ഒരു വർഷത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് സ്റ്റേജ് ഫിയർ ഇല്ലാതെ സ്റ്റേജിൽ പോയിട്ട് ആളുകളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു ഇൻ്റർവ്യൂയുടെ മുമ്പിൽ പോയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ളൊരു കഴിവ് ആദ്യയിൽ വന്നാൽ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് എൻജോയ്മെൻ്റ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കാണുമ്പോൾ അത് ഭയങ്കര എൻജോയ്മെൻറ്റിന് വേണ്ടി നടത്തുന്നതാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊരു എൻജോയ്മെൻറ്റ് മാത്രമല്ല, അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്.
ആദ്യയിലെ സ്റ്റുഡൻസിന് വേണ്ടി പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ഒരു റൂമർ കേൾക്കുന്നുണ്ട് സാർ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? അത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് വഴിയെ നമുക്ക് കാണാമെന്നുള്ളതാണ്. Aadi Group of Institutions, the most trusted quality training provider.